പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ വിഷയത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറും G സുകുമാരൻ നായരും നേർക്കുനേർ. താലൂക്ക് യൂണിയനിൽ നിന്ന് തന്നെ പുറത്താക്കിയതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് KB ഗണേഷ് കുമാർ ആരോപിച്ചു. സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റുമ്പോൾ ജനാധിപത്യ ധ്വംസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. യൂണിയന്റെ ആസ്തി കൈക്കലാക്കാനാണ് ശ്രമമെന്നും KB ഗണേഷ് കുമാർ ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഇത്തരത്തിലൊരു തർക്കം വേണ്ട, എൻ്റെ രാജിക്കത്ത് കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വാങ്ങാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതിന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല മറുപടി പറഞ്ഞു. ഇതിന്റെ പുറകിൽ ഒരു വീട്ടിൽ നിന്ന് എനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വീട്ടിൽ തന്നെ രണ്ടുപേര് കമ്മിറ്റിയിലുണ്ട്. രാഷ്ട്രീയമില്ലേ? NSSന്റെ ബൈലോ അനുസരിച്ച് ഷെഡ്യൂൾഡ് ബാങ്കിലും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് സഹകരണ ബാങ്കിൽ ഇട്ട് കൊടുത്തു. അത് മാറ്റും എന്ന് കണ്ടപ്പോൾ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്, അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ്. ആരാണെന്ന് അയാളെന്ന് എല്ലാവരും ചോദിച്ചാൽ നാട്ടുകാർ പറഞ്ഞു, അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. NSSന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നായിരുന്നു ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. താലൂക്ക് യൂണിയൻ ഒരു വ്യക്തിയുടേതല്ല, NSSന്റേതാണ്. അധികാരം തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും G സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇത് NSSന്റെ പ്രശ്നമല്ലേ. പക്ഷെ NSSന്റെ ഭരണഘടന അനുസരിച്ചുള്ള ഒരു നിയമ നടപടി എന്നേ ഉള്ളൂ. ബാലകൃഷ്ണനുള്ള എന്ത് കൊടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ബാലകൃഷ്ണപിള്ളയ്ക്ക് മുമ്പേ എത്ര കൊല്ലം ആയിട്ട് തുടങ്ങിയതായത്? അവിടെ വേറെ യൂണിയൻ പ്രസിഡന്റ്മാരില്ലായിരുന്നോ? ഇത് ഒരു വ്യക്തിയുടെ ആണോ താലൂക്ക് എന്ന് പറയുന്നത്? കമ്മിറ്റിക്കാരുടെ മുമ്പിലുള്ള ഇദ്ദേഹത്തിന്റെ ഏകാധിപത്യം അവർക്ക് സഹിക്കാൻ മേലാതെ വന്ന് അവർ രാജിവെച്ചു. കോറം പോയി. നിയമപരമായിട്ട് ആ കമ്മിറ്റി പിന്നെ അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹത്തിന് ദീർഘകാലം പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഭാഗ്യമാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും പറയുന്നത്. NSSന്റെ താലൂക്ക് യൂണിയനിൽ ഏകാധിപത്യമായിരുന്നു KB ഗണേഷ് കുമാറിൻ്റെതെന്ന് സുകുമാരൻ നായർ പറയുന്നു. ഇത്രയും കാലം ആ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നുമാണ് G സുകുമാരൻ നായർ ഇപ്പോൾ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും ചേരുന്നു. സൂര്യഗായത്രി, NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. KB ഗണേഷ് കുമാർ ആയിരുന്നു ആ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ്. ഇതേ തുടർന്ന് ഇപ്പോൾ അവിടെ NSS നേതൃത്വം തന്നെ നിയോഗിച്ചിട്ടുള്ള ആളെത്തി. അവിടെ അദ്ദേഹം അതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ? ചുമതല ഇന്നലെ വൈകിട്ട് തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരം NSS യൂണിറ്റിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ വിശദീകരണം നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ അത് മാറി മറിയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. യൂണിറ്റ് തന്നെ പിരിച്ചുവിടുന്ന വലിയ സാഹചര്യത്തിലേക്ക് പോയി. 10 കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും മന്ത്രി പറയുന്നത് പത്തനാപുരം യൂണിറ്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് അത് തന്റെ പിതാവ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ യൂണിറ്റിനകത്ത് എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, യൂണിറ്റ് തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് യൂണിറ്റ് തന്നെ പിരിച്ചുവിടുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് KB ഗണേഷ് കുമാർ നടത്തുന്നത് എന്നുള്ളതാണ്. താൻ പണം തട്ടി എന്നുള്ള ആരോപണം. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി ജോൺസൺ, NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുന്നു. നേരത്തെ R ബാലകൃഷ്ണപിള്ള ദീർഘകാലം അതിൻ്റെ പ്രസിഡന്റായിരുന്നു. തുടർന്ന് മകനും മന്ത്രിയുമായ KB ഗണേഷ് കുമാർ ആ യൂണിയന്റെ ഭരണ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ NSSന്റെ അതേ താലൂക്ക് യൂണിയനെയാണ് ഇപ്പോൾ NSS നേതൃത്വം പിരിച്ചുവിട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ NSS താലൂക്ക് യൂണിയനിലെ ചില അംഗങ്ങൾ KB ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യമാണ് ആ താലൂക്ക് യൂണിയനിൽ എന്നതായിരുന്നു. ഇപ്പോൾ അത് G സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി, അദ്ദേഹവും അത് ശരിവെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ടോബിയുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് G സുകുമാരൻ നായർ പറഞ്ഞത്? ടോബി. ദിലീപ് കുമാർ, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ NSS നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. NSS കാര്യമായിട്ട്, അതായത് സുകുമാരൻ നായർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഇത് പത്തനാപുരം യൂണിയന്റെ ഒരു പ്രശ്നമായിട്ട് മാത്രമാണ് അവർ ഇപ്പോഴും അതിനെ നോക്കിക്കാണുന്നത്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ 10ഓളം പേർ ഈ ഒരു ഏകാധിപത്യത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് രാജിവെച്ചു. അപ്പോൾ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായി. ബൈലോ പ്രകാരം സ്വാഭാവികമായിട്ടും അഡ്വോക്ക് കമ്മിറ്റി അവിടെ നിയമിക്കേണ്ടതുണ്ട്. അത് മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് G സുകുമാരൻ നായർ നമ്മളോട്
വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ടല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ ഗണേഷ് കുമാർ നടത്തിയ ചില പ്രതികരണങ്ങളാണ് സുകുമാരൻ നായരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ബാലകൃഷ്ണപിള്ള അടക്കമുള്ളവരാണ് ഈ യൂണിയൻ വളർത്തിക്കൊണ്ടുവന്നത്, 300 കോടിയോളം അതിന് സമാഹരിച്ചത് അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞ പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ അത് തുടർന്നുണ്ടായ ചില അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് സുകുമാരൻ നായരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിയുടേതല്ല NSS യൂണിയൻ എന്നുള്ള ഒരു നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചത്. അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് തിരുത്തണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആർക്കെതിരെ ഇത് അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവുകയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ചയുണ്ടാകുകയും ചെയ്തുവെന്ന് പലതവണ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ യൂണിയനിലുള്ളവർ, ഈ രാജിവെച്ചവർ പലതവണയായി NSS ആസ്ഥാനത്തേക്ക് എത്തുകയും അവരുടെ നിലപാടുകൾ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്നൊന്നും കാര്യമായിട്ടുള്ള ഇടപെടൽ അതിൽ നടത്തിയിരുന്നില്ല. പക്ഷേ ഇവർ രാജിവെച്ചൊരു പശ്ചാത്തലത്തിലാണ് ബൈലോ പ്രകാരമുള്ള നടപടിയായി മുന്നോട്ട് പോയതെന്നാണ് പറയുന്നത്. എന്തായാലും ഗണേഷ് കുമാർ പറഞ്ഞതിലാണ് സുകുമാരൻ നായരുടെ മറുപടി ഇപ്പോൾ രൂക്ഷമായി വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.